അപ്പം ഞാനിന്ന് നമ്മുടെ കുക്കുമ്പറുമായിട്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാലേ, നമ്മൾ കുക്കുമ്പർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ചൂട് സമയമാകുമ്പോൾ കയ്പ്പ് മിക്കവാറും എല്ലായിടത്തും കയ്പ്പ് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അത് പടരാതെ കാപിടിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അങ്ങനെ കയ്പ്പ് വരുന്നത്. മഴ സമയത്ത് അത്ര കയ്പ്പില്ല, ചൂട് സമയമാകുമ്പോൾ മിക്കവാറും കയ്പ്പ് വരും. കയ്പ്പ് വരുന്നത് കൂടുതലായിട്ടും ഈ ഭാഗത്തായിരിക്കും, ഈ ഞെട്ടിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ട് കയ്പ്പ് വരുന്നത്. അപ്പോൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് കയ്പ്പാണെന്ന് പറഞ്ഞ് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുക്കുമ്പറിനായാലും അങ്ങനെ കയ്പ്പ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കയ്പ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്നേ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് മാറുമെന്ന്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോഴും കയ്പ്പ് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമായിട്ടെന്ന് വിചാരിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ കൃഷി ചെയ്ത് കുക്കുമ്പറാണിത്. ഇത് നമ്മൾ ഇന്നലെ വിളവെടുത്ത കുക്കുമ്പറാണ്. നിറയെ കുക്കുമ്പർ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ കിളിയൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി കിട്ടിയതാണ്. അപ്പോൾ അതാ വലിയൊരു കുക്കുമ്പറും അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമേ നമ്മൾ ഈ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ എന്നാൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് പയ്യെ എന്താ ഇങ്ങനെ ഉരച്ചു കൊടുക്കണേ. നമ്മളിങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ചെറിയ കറ അതിനകത്തുനിന്ന് വരുന്നത് കാണാൻ പറ്റും. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുന്ന ഉടനെ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, പത വരുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. നമ്മൾ സോപ്പ് പതയുന്ന കൂട്ട് തന്നെ ഇത് പതഞ്ഞ് വരുവേ. അങ്ങനെ ഈ കയ്പ്പാണ് ഈ പതഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഉരച്ചിട്ട് 2-3 തവണ ഒന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, നല്ല പത വരുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ പക്ഷേ അത്രയും ഇത് വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ മുറിച്ച ആ ഭാഗം കൊണ്ട് ഇവിടെ ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാമേ. അപ്പോൾ അവിടെ ഇങ്ങനെ പതപ്പ് വരുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. കണ്ടോ? അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പതഞ്ഞ് വരും. എന്നിട്ട് നമുക്കിത് കഴുകി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കുമ്പറിനകത്തെ കയ്പ്പ് മാറും. അപ്പം കുക്കുമ്പർ ഇനി കയ്പ്പൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെടുത്ത് കളയുമൊന്നും വേണ്ട. നമുക്ക് ഇതേപോലെ ഇങ്ങനെ പതപ്പിച്ചിട്ടേ കഴുകി എടുത്തു കഴിഞ്ഞാൽ കുക്കുമ്പറിൻ്റെ കയ്പ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാൻ വയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഓക്കേ.